500 രൂപ പ്രതിദിന വേതനമെന്നത് ന്യായമാണ്. 20% ബോണസ് എന്ന് പറയുന്നത് അതിലും വലിയ ന്യായമാണ്. അങ്ങനെ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ആ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ന്യായമാണ് എന്നും അത് പൂർണ്ണമായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നും ആണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മന്ത്രി ജയലക്ഷ്മി സമരഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ തൊഴിലാളികളോട് പറഞ്ഞത് എന്ന് നമുക്കറിയാം. പക്ഷേ അത് പാലിക്കപ്പെടുമോ? 20% ബോണസ് പ്രഖ്യാപിച്ചു. 8/3 ബോണസും ബാക്കി എക്സ്ഗ്രേഷ്യയുമായി ചേർന്ന് 20% പ്രഖ്യാപിച്ചു. 21-ാം തീയതി തന്നെ അത് വിതരണം ചെയ്യപ്പെടും എന്ന് ഉറപ്പിക്കപ്പെട്ടു. പക്ഷേ 500 രൂപ എന്ന പ്രതിദിന വേതനമുണ്ടല്ലോ, ഇപ്പോഴത് 231 രൂപയാണ്. 500 രൂപയാകുന്ന പക്ഷം അത് ഇരട്ടിയിലധികമാകുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ കേരളത്തിൻ്റെ പൊതുവായ കൂലി നിലവാരവുമായി ബന്ധിപ്പിച്ചാൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിൽ അതിനു പോകുന്നവർക്ക് പോലും 200-ലധികം രൂപ കൂലിയുണ്ട്. അങ്ങനെ ആരുമില്ല എന്ന് പറയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ടാറ്റയുടെ സൗജന്യമായി ഒരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിച്ച് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇല്ലെങ്കിൽ പിന്നീടൊരു ദിവസം ആ വീടിൻ്റെയൊക്കെ ചിത്രം വരുമ്പോൾ പറഞ്ഞ വാക്ക് വിഴുങ്ങേണ്ടി വരും പലർക്കും. ഏതായാലും CITUവിനെ സംബന്ധിച്ച് ടാറ്റയുടെ സൗജന്യം പറ്റുന്ന നേതാക്കൾ ആരും അവരുടെ കൂട്ടത്തിലില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ തുടർ വാർത്ത വരുമ്പോൾ നിജസ്ഥിതി എന്ത് എന്ന് നമുക്കറിയാം. ഇനി മൂന്നാർ മാതൃക തൊഴിലാളികൾ മുൻകൈയെടുത്ത്, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ മുൻകൈയെടുത്ത് വലിയ പ്രക്ഷോഭം നയിച്ച് ആ പ്രക്ഷോഭത്തിലൂടെ പെട്ടെന്ന് കാര്യം സാധിക്കുന്ന ആ മൂന്നാർ മാതൃകയുണ്ടല്ലോ, അത് പടർന്നു പിടിക്കുന്നു കേരളത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന് സാക്ഷ്യം നിൽക്കുന്നു കേരള രാഷ്ട്രീയം. ഒലവക്കോടും അമ്പലപ്പുഴയിലേക്കും അത് പടർന്നു കയറിയിരിക്കുന്നു. ആ വാർത്തയും മനോരമ തരുന്നു. മൂന്നാർ മാതൃക പ്രതിഷേധം, സൂപ്പർകോം കമ്പനി തുറന്നു കഴിഞ്ഞിരിക്കുന്നു. മൂന്നാർ മാതൃകയിൽ സ്ത്രീ തൊഴിലാളികൾ മുന്നിട്ടിറങ്ങിയതോടെ ഒലവക്കോട് സൂപ്പർകോം കമ്പനി തൽക്കാലം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ധാരണയായി എന്ന് പറയുന്നു ഒരു വശത്തൊരു വാർത്തയിൽ. അതേ പേജിൽ മറ്റൊരു വാർത്തയിൽ മനോരമ പറയുന്നത് കാണുക, ഒരവസ്ഥയിലേക്കോ അവസ്ഥാന്തരത്തിലേക്കോ കേരള രാഷ്ട്രീയം എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ അനുരണനം മംഗളത്തിൻ്റെ ലീഡ് വാർത്തയിലും ഇന്ന് കാണാം. കോൺഗ്രസിൽ ഈ പ്രക്ഷോഭം ഉയർത്തിവിട്ട മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് കാണുക. വനിതകൾക്ക് ഇനി മുതൽ കോൺഗ്രസിൽ ജനറൽ സീറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 50% വനിതകൾക്കും യുവാക്കൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥിതിക്ക് പൊതുമണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവകാശം വനിതകൾക്ക് നഷ്ടപ്പെടുന്നു. കോൺഗ്രസിൽ VD സതീശൻ കമ്മിറ്റിയുടെ ശുപാർശ അങ്ങനെയാണ്. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതിഫലനം കോൺഗ്രസിൽ വരുന്നു കാണുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിൽ വനിതകളെ സ്ഥാനാർത്ഥികളാക്കേണ്ടതില്ല എന്ന് KPCC സമിതിയുടെ ശുപാർശ. സ്ഥാനാർത്ഥികൾക്ക് വേണ്ട മാർഗരേഖ തയ്യാറാക്കുന്നതിന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയുടേതാണ് തീരുമാനം. റിപ്പോർട്ട് ഇന്ന് KPCC പ്രസിഡന്റിന് സമർപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജനറൽ സീറ്റുകളിൽ കൂടി അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. വനിതാ സംവരണ സീറ്റുകളിൽ മാത്രം വനിതകൾ മത്സരിച്ചാൽ മതിയാകും എന്ന നിലയ്ക്ക് കോൺഗ്രസ് അതിൻ്റെ കാര്യങ്ങളിൽ, അതിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. മുൻപേ ഗമിച്ചിടും ഗോവുതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമുക്ക്. ആദ്യം ഒരു പശു ഏത് ദിശയിലേക്ക് നടക്കുന്നു, ആ ദിശയിലേക്ക് മറ്റെല്ലാ പശുക്കളും നടന്നു നീങ്ങുന്ന ഒരു അവസ്ഥയെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. ഏതായാലും കേരളത്തിൻ്റെ പ്രത്യയശാസ്ത്ര മണ്ഡലത്തിൽ നടക്കുന്ന സമരങ്ങൾ പരിശോധിച്ചാൽ ആദ്യം ആ സമരത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തി മുന്നോട്ട് നീങ്ങുന്നത് ഇടതുപക്ഷമായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. തൻ്റെ തന്നെ മുൻ നിലപാടുകളെ നിഷേധിച്ചുകൊണ്ട് VM സുധീരൻ പുതിയ നിലപാട് പ്രഖ്യാപിക്കുന്നത് കാണുക. ഗുരുധർമ്മം പരിപാലിക്കേണ്ടവർ സംഘപരിവാർ അജണ്ടയുടെ കാവൽക്കാരായി മാറുന്നു കേരളത്തിൽ. ഒടുവിലാണ് സുധീരൻ അത് കണ്ടെത്തുന്നത്. ഗുരുധർമ്മം പാലിക്കേണ്ടവർ സംഘപരിവാർ അജണ്ടയുടെ കാവൽക്കാരായി മാറുന്ന ആ വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നു. അതിങ്ങനെ: ശ്രീനാരായണ ഗുരുധർമ്മം പരിപാലിക്കാൻ ബാധ്യതപ്പെട്ട ചിലർ അവരിൽ അർപ്പിതമായ ചുമതലകൾ വിസ്മരിച്ച് സംഘപരിവാർ അജണ്ടയുടെ കാവൽക്കാരായി മാറുന്ന ഒരു കാഴ്ചയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സുധീരൻ പറയുമ്പോൾ, വെള്ളാപ്പള്ളിമാരുടെ പേര് അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടില്ല എന്ന മാറ്റം മാത്രമേ പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ
ഇവിടെ സംഭവിക്കുന്നുള്ളൂ. പിണറായി വിജയൻ അതുകൂടി പറയുന്നു, സുധീരൻ അത് പറയുന്നില്ല. ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച സന്ദേശവും സംഘപരിവാർ സന്ദേശവും ഒരിക്കലും പരസ്പരം ബന്ധപ്പെടുന്നതല്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്, മതങ്ങളെക്കാൾ പ്രാധാന്യം മനുഷ്യനാണെന്ന് ഉള്ള മഹത്തായ സന്ദേശമാണ് ശ്രീനാരായണ ഗുരു നൽകിയത്. എത്ര വിശദീകരിച്ചാലും അതൊന്നും സംഘപരിവാറിൻ്റെ താല്പര്യങ്ങളുമായി യോജിക്കില്ല എന്ന് സുധീരൻ പറയുന്നു. എന്നാൽ ഇതൊക്കെ യോജിക്കും എന്നാണ് വെള്ളാപ്പള്ളിമാർ പറയുന്നത്. എന്നാൽ സുധീരനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വരം, അപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്വരം, പ്രായോഗിക രാഷ്ട്രീയക്കാരൻ്റെ സ്വരം, അത് കൃത്യമായും അതിന് തൊട്ടുപിറകെ കോൺഗ്രസ്സിൽ ഉയർന്നു.